അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുആവിയത്ത് ഇബ്നു ഹകം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. നമസ്കാരത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചു വരുന്നതേയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ പ്രവാചകന് പിന്നിൽ മറ്റു സ്വഹാബികളോടൊപ്പം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൂടെ ഉണ്ടായിരുന്നൊരു സ്വഹാബി തുമ്മുകയും അൽഹംദുലില്ലാ എന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട് മുആവിയത്ത് ഇബ്നു ഹകം റളിയല്ലാഹു അൻഹു യർഹമകല്ലാഹ് എന്ന് ഉത്തരം നൽകി. അടുത്തുണ്ടായിരുന്ന സ്വഹാബിമാർ അദ്ദേഹത്തിൻ്റെ തുടയിലും കൈകളിലും അടിക്കുകയും എന്താണ് ചെയ്തത് എന്നർത്ഥത്തിൽ നമസ്കാരത്തിൽ തന്നെ അങ്ങനെ അദ്ദേഹത്തെ നോക്കുകയുമൊക്കെ ചെയ്തു. അദ്ദേഹം ഏറെ പരിഭ്രാന്തി പൂണ്ടുകൊണ്ട് അവരോടൊക്കെ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്ന തരത്തിൽ നമസ്കാരത്തിൽ ഇങ്ങനെ സംസാരിച്ചു. ആളുകളൊക്കെ അദ്ദേഹത്തെ അടുത്തു നിന്ന ആളുകൾ അദ്ദേഹത്തെ തോണ്ടുകയും അതേപോലെ തട്ടുകയുമൊക്കെ ചെയ്തു. നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഭയപ്പാടോടുകൂടിയിരിക്കുന്നു, ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന രൂപത്തിൽ. നമസ്കാരം കഴിഞ്ഞു, ദുആ ദിക്റുകളൊക്കെ കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നമസ്കാരം എന്ന് പറയുന്നത് അത് ഖുർആൻ പാരായണവും അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അതിൽ സംസാരം പാടില്ല എന്ന പാഠം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുക്കുകയാണ്. അദ്ദേഹം പിന്നീട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്നെ ശകാരിക്കാമായിരുന്നു, ചീത്ത പറയാമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അപമാനിക്കുന്ന തരത്തിൽ ചീത്ത പറയുകയോ എന്നെ ശകാരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഇതിനു മുമ്പോ ശേഷമോ പ്രവാചകനേക്കാൾ മികച്ചൊരു അധ്യാപകനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഒരു തെറ്റ് നമ്മുടെ കുട്ടികളോ നമ്മുടെ സഹപാഠികളോ നമ്മുടെ സുഹൃത്തുക്കളോ ചെയ്യുമ്പോൾ അവരെ തിരുത്തുന്ന രീതി എപ്രകാരമാണ് എന്നത് നാം ആലോചിക്കുക.